നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സർക്കാർ കണക്കുകൾ വയനാട് ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നുവെന്ന് വി.ഡി. സതീശൻ. ചരിത്രത്തിൽ തന്നെ അസാധാരണമായ സംഭവമായി ലെബനനിലെ പേജർ സ്ഫോടനം. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. കൂടിക്കാഴ്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. യാഗി ചുഴലിക്കാറ്റ്. മ്യാൻമറിൽ പ്രളയം, 226 മരണം. വാർത്തകൾ വിശദമായി. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇതിനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാനൽ തയ്യാറാക്കിയ റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ ഇതിനായുള്ള ബില്ല് അവതരിപ്പിക്കും. ലോക്സഭാ, നിയമസഭാ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് സംവിധാനം 2014 മുതൽ മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. അടിക്കടി തിരഞ്ഞെടുപ്പ് നടത്തുന്നത് രാജ്യപുരോഗതിക്ക് വിഘാതമാകുന്നെന്ന് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിന് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ചുമതലപ്പെടുത്തിയിരുന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനും തുടർന്ന് 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ഒറ്റയടിക്ക് തിരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാനും നിർദ്ദേശിച്ചുകൊണ്ടാണ് കോവിന്ദ് സമിതി കഴിഞ്ഞ മാർച്ചിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. മൂന്നാം മോദി സർക്കാരിന് തീരുമാനം നടപ്പാക്കുന്നതിന് ഘടകകക്ഷികളുടെ പിന്തുണ ആവശ്യമാണ്. അങ്ങനെ വിഷയം സംബന്ധിച്ച് NDAയിലെ വെല്ലുവിളി ഒഴിഞ്ഞതോടെയാണ് മന്ത്രിസഭയുടെ അംഗീകാരം വന്നിരിക്കുന്നത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെങ്കിൽ കുറഞ്ഞത് 5 ഭരണഘടനാ ഭേദഗതിയെങ്കിലും വേണ്ടിവരുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി. ചിദംബരം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ ഭരണഘടനാ ഭേദഗതികൾക്കാവശ്യമായ അംഗബലം ലോക്സഭയിലോ രാജ്യസഭയിലോ നരേന്ദ്രമോദിക്കില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഡൽഹി മുഖ്യമന്ത്രിയായി അതീഷി മർലേന ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യും. അതീഷിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. നിലവിലെ മന്ത്രിമാരെ തന്നെ നിലനിർത്തിക്കൊണ്ട് വകുപ്പുകളിൽ മാറ്റം വരുത്താനാണ് നീക്കം. പുതിയ മന്ത്രിമാരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. ആം ആദ്മി പാർട്ടി നേതൃയോഗം ഉടൻ ചേരുമെന്ന് സൂചനയുണ്ട്. യോഗത്തിൽ മന്ത്രിസഭാ വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി ഈ ആഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ MLA-മാരുടെ നിർണായക യോഗത്തിൽ അതിഷി മർലേനയെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് നീങ്ങുന്ന പാർട്ടിയുടെ സുപ്രധാന മുഖമാണ് 43-കാരിയായ അതിഷി. ഷീലാ ദീക്ഷിത്തിനും സുഷമ സ്വരാജിനും ശേഷം ദില്ലിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് അതിഷി. സൗത്ത് ദില്ലിയിലെ കൽക്കാജിയിൽ നിന്നുള്ള MLA-യാണ് അതിഷി. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ഉപദേഷ്ടാവ് എന്ന നിലയിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുകയും ഏറെ സുപ്രധാനമായ ചുമതലകൾ ഇതിനകം തന്നെ കൈകാര്യം ചെയ്ത തഴക്കവും വഴക്കവും അതിഷിക്കുണ്ട്. ദില്ലി സർവകലാശാല പ്രൊഫസർമാരായ വിജയ് കുമാർ സിംഗിന്റെയും തൃപ്ത വാഹിയുടെയും മകളായ അതിഷി ദില്ലിയിലെ സ്പ്രിംഗ് ഡെയിൽ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് ചരിത്രത്തിൽ ബിരുദത്തിനായി സെന്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക്, തുടർന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെവനിംഗ് സ്കോളർഷിപ്പ് നേടി. അവിടെ ആദ്യത്തെ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് ഭർത്താവായ പ്രവീൺ സിംഗിനൊപ്പം മധ്യപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജൈവ കൃഷിയിലും വിദ്യാഭ്യാസ സംരംഭങ്ങളിലും ഏർപ്പെട്ടു. ലാഭച്ചേയില്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾക്കായി വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇതാണ് ആം ആദ്മി പാർട്ടി അംഗങ്ങളുമായുള്ള ബന്ധത്തിലേക്കും പിന്നീടുള്ള രാഷ്ട്രീയ യാത്രയ്ക്കും തുടക്കം കുറിച്ചത്. 2023 മാർച്ചിൽ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം അതിശയിപ്പിക്കുന്ന പ്രകടന മികവാണ് അതിഷി കാഴ്ചവെച്ചതെന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് പറയുന്നു. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന സർക്കാരിന്റെ കണക്കുകൾ ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കണക്കുകൾ കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മോറാണ്ടമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. SDRF മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത്. ഈ കണക്കിന് SDRF മാനദണ്ഡങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്നും സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കണക്കുകൾ
വയനാട് ദുരിതാശ്വാസത്തിൻ്റെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ്. എന്തായാലും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത മെമ്മോറാണ്ടമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത്? SDRF നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് സമർപ്പിക്കേണ്ടത്. SDRF നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല. മാത്രമല്ല ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എവിടെയാണ് തയ്യാറാക്കിയത്? ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണോ തയ്യാറാക്കിയത്, അതോ ഈ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയത്? ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ? ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത് ആക്ച്വൽസ് എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകളുടെ മൃതശരീരം സംസ്കരിച്ചതിന് ഉള്ള തുകയായിട്ട് വലിയ തുക കണക്കാക്കിയിരിക്കുകയാണ്. ഒന്ന് അത് അവിടെ നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ അവരുടെ ബന്ധുക്കൾ മൃതശരീരം തിരിച്ചറിഞ്ഞ് അവർ കൊണ്ടുപോയി. ബാക്കിയുള്ള കുറേ മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളുമാണ് അവിടെ ദഹിപ്പിച്ചത്. അതിന് അവിടുത്തെ MLAയും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ് HMLുമായി സംസാരിച്ച സ്ഥലം കണ്ടുപിടിച്ചത്. സ്ഥലം ഫ്രീ ആയിട്ട് തന്നു. കുഴി കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവിടുത്തെ തന്നെ ഒരു NSS യൂണിയൻ പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നാണ് എല്ലാം ചെയ്തു നൽകിയത്. പ്രവർത്തകരാണ്, സന്നദ്ധ പ്രവർത്തകരാണ് ഇത് മുഴുവൻ ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ സർക്കാരിന് ചിലവായി എന്ന് കണക്ക് കൊടുക്കുന്നത് എന്താണ്? അതിൻ്റെ വിശ്വാസ്യത എന്താണ്? പിന്നെ വോളണ്ടിയർമാർക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ തുടക്കം മുതൽ അവസാനം വരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് ഭക്ഷണം കൊടുത്തത്, സന്നദ്ധ സേവകരാണ് ഭക്ഷണം കൊടുത്തത്. അപ്പോൾ ഇത്തരം അല്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് വളരെ മൈൻഡ് അപ്ലൈ ചെയ്ത് വളരെ നന്നായി ശ്രദ്ധയോടുകൂടി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയാൽ ഉറപ്പായി ഇതിനേക്കാൾ കൂടുതൽ തുക കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ന്യായമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ തന്നെ വലിയ അപാകതയുണ്ടായി. വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മെമ്മോറാണ്ടം SDRF നോംസ് അനുസരിച്ച് അല്ല തയ്യാറാക്കിയിരിക്കുന്നത്. എവിടെയോ ആരോ തയ്യാറാക്കിയിരിക്കുകയാണ്. അങ്ങനെയല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കേണ്ടത്. അത് നമുക്ക് പണം കിട്ടാതെ പോകരുത്. ഇതിൻ്റെ വിവാദത്തിൻ്റെ പുറത്ത് ഇതൊരു വിവാദം ഉണ്ടാകരുത്. ഇതിൻ്റെ പുറത്തെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇത് ആദ്യമേ തന്നെ പ്രതിപക്ഷം പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കാര്യത്തിന് വരുന്ന അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ടായി സൂക്ഷിക്കണം. അപ്പോൾ ഒരു സംശയം ആർക്കും വരില്ല. അതിൽ നിന്ന് ഓരോ ദിവസവും ചിലവാക്കുന്ന പൈസ വെബ്സൈറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ ആളുകൾക്കറിയാം അതെ ഇത്രയും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ പൈസ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ചിലവാക്കുന്നത് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടി വരും സർക്കാരിന്. സർക്കാരിവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ടി വരും. എല്ലാവരുടെയും സഹായത്തോടു കൂടി അതിന് പണം വേണം. ആ പണം കിട്ടാതിരിക്കാനുള്ള മാർഗമാണ് ഈ മെമ്മോറാണ്ടത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതല്ല മെമ്മോറാണ്ടം, ഇങ്ങനെയല്ല മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമായ ശ്രദ്ധ ചെലുത്തിയില്ല, അശ്രദ്ധയുണ്ടായി. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ ആളുകളെ തലയിൽ കൈവയ്പ്പിക്കുന്ന തരത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് പേർക്ക് ഇതിൽ അവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം. ഏത് മെമ്മോറാണ്ടമാണ് ഇത്, മെമ്മോറാണ്ടമാണ്. മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോൾ കുറേ കൂടി, കാരണം അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നവരാണ്. സാധാരണക്കാരന് പോലും അവൻ്റെ യുക്തിക്ക് പോലും നിരക്കാത്ത കണക്കുകൾ എഴുതി വെച്ചാൽ അവിടെ ഇത് കണ്ടു പരിശീലിച്ച ഉദ്യോഗസ്ഥർ അതിനെ ഗൗരവമായിട്ട് എടുക്കുമോ? ഒന്ന് സർക്കാർ റീതിങ്ക് ചെയ്യണം, പുനരാലോചിക്കണം, പുനർചിന്തനം നടത്തി കുറേ കൂടി ഭംഗിയായി. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ 1200 കോടി രൂപ വെച്ച് 2000 കോടി രൂപയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അവിടെയുള്ള വാർണിംഗ് മെക്കാനിസം ഉണ്ടാക്കുന്നതിന്, ഇവാക്യുവേഷൻ പ്ലാൻ നടത്തുന്നതിന്. ഇപ്പോൾ വീണ്ടും അവിടെ കിടക്കുന്ന ആളുകൾ അപകട മേഖലയിലാണ്. അവരെ റീലൊക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അപകടം ഉണ്ടാകും. ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഏകദേശം 2000-ഓളം വീടുകൾ പണി കൊടുക്കാൻ ഉള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള അതിമനോഹരമായി SDRF റൂളിന് അനുസരണമായി അനുരോധമായി ഇത് തയ്യാറാക്കാൻ കഴിയും. എന്തായാലും ഇതിൽ വലിയ അപാകതയുണ്ടായി, വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിച്ചു. ഇത് ആരാണ് ഇതിന് ഉത്തരവാദികൾ, ഇങ്ങനെ കൊടുക്കാൻ ഉത്തരവാദികൾ, അവരാരാണ് എന്ന് അന്വേഷിച്ച് അവർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സെക്രട്ടേറിയറ്റിലെ സാമാന്യ ബുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇത്തരമൊരു കണക്ക് തയ്യാറാക്കുമെന്ന് കരുതുന്നില്ലെന്നും ഈ കണക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റാണോ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ആക്ച്വൽസ് ആണ് ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്.
ഇത്രയും ആളുകളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വലിയ തുകയാണ് കണക്കാക്കിയിരിക്കുന്നത്. നിരവധി മൃതശരീരങ്ങൾ ബന്ധുക്കൾ കൊണ്ടുപോയി സംസ്കരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ MLAയും പഞ്ചായത്തും ഉൾപ്പെടെയുള്ളവരാണ് HMLയുമായി സംസാരിച്ച് സ്ഥലം കണ്ടെത്തിയത്. കുഴിയെടുക്കാനുള്ള സൗകര്യം സ്ഥലത്തെ NSS യൂണിയൻ പ്രസിഡന്റാണ് നൽകിയത്. മുഴുവൻ മൃതദേഹങ്ങളും സംസ്കരിച്ചത് സന്നദ്ധ പ്രവർത്തകരാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ സർക്കാരിന് 75,000 രൂപ ചെലവായെന്ന കണക്ക് നൽകിയിരിക്കുന്നത്. വോളണ്ടിയർമാർക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സന്നദ്ധ പ്രവർത്തകരുമാണ് ഭക്ഷണം നൽകിയത്. കള്ളക്കണക്കെഴുതാതെ ശ്രദ്ധയോടെ നിവേദനം തയ്യാറാക്കി നൽകിയിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ന്യായമായ സഹായം വാങ്ങിയെടുക്കാമായിരുന്നു. വിശ്വസ്യത തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് സതീശൻ വിമർശിച്ചു. എവിടെയോ ആരോ തയ്യാറാക്കിയ മെമ്മോറാണ്ടമല്ല സംസ്ഥാന സർക്കാർ സമർപ്പിക്കേണ്ടതെന്നും വിവാദങ്ങളുണ്ടായി സഹായം ലഭിക്കാതെ പോകരുതെന്നാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ സഹായനിധിയിൽ പ്രത്യേക അക്കൗണ്ട് തുടങ്ങണമെന്ന് പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. അതിൽ നിന്നും ചെലവഴിക്കുന്ന തുകയുടെ കണക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ വിശ്വാസ്യതയും വർദ്ധിക്കുമായിരുന്നു. ആളുകൾ തലയിൽ കൈവയ്ക്കുന്ന തരത്തിലാണ് സർക്കാർ മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത്. 2000 കോടിയുടെയെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനം വയനാട്ടിൽ നടത്തേണ്ടി വരും. ഇത് ചൂണ്ടിക്കാട്ടി SDRF മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ മെമ്മോറാണ്ടമാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കേണ്ടത്. മെമ്മോറാണ്ടം തയ്യാറാക്കിയത് ആരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ജനസംഖ്യ കണക്കെടുപ്പിനുള്ള സെൻസസ് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. COVID-19 വ്യാപനം മൂലം അവതാളത്തിലായ സെൻസസിനെ സംബന്ധിച്ചുയർന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതി സെൻസസിനുള്ള സാധ്യത തള്ളാതെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് ശുപാർശ ചെയ്ത വഖഫ് ഭേദഗതി ബിൽ വരും ദിവസങ്ങളിൽ പാസാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിന്റെ കാലത്തു തന്നെ നടപ്പാക്കുമെന്നും അമിത് ഷാ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം NDA സർക്കാർ 100 ദിനം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനൊപ്പമാണ് അമിത് ഷാ മാധ്യമങ്ങളെ കണ്ടത്. സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രതിപാദിച്ചുള്ള ബുക്ക്ലെറ്റും പുറത്തിറക്കിയിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിന്റെ കാലത്തു തന്നെ നടപ്പാക്കുമെന്ന് പറഞ്ഞ അമിത് ഷാ ഇന്ത്യയുടെ വിദേശ നയത്തെ പുകഴ്ത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതാദ്യമായാണ് കെട്ടുറപ്പുള്ള വിദേശ നയമുള്ള ഒരു ഇന്ത്യൻ സർക്കാരിനെ ലോകം കാണുന്നതെന്ന് മോദി പറഞ്ഞു. 60 കോടി ഇന്ത്യക്കാർക്ക് വീട് ലഭിച്ചു. ടോയ്ലറ്റുകൾ, ഗ്യാസ്, കുടിവെള്ളം, വൈദ്യുതി, 5 കിലോഗ്രാം സൗജന്യ റേഷൻ. അടുത്ത തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുതെന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ നിരവധി ആളുകൾ പരിഹസിച്ചു. ഇന്ന് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഉൽപാദന കേന്ദ്രമായി മാറിയെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. നിരവധി രാജ്യങ്ങൾക്ക് ഞങ്ങളുടെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി നടപ്പാക്കണമെന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിൽ ഇന്ത്യക്ക് നല്ല ഭാവിയുണ്ടെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നുവെന്നും അമിത് ഷാ പറഞ്ഞു. യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായൊരു സംഭവമാണ് ലെബനനിലെ പേജർ സ്ഫോടനമെന്നാണ് പുറത്തുവരുന്ന വിവരം. മുൻ മാതൃകകളൊന്നും തന്നെയില്ലാത്ത യുദ്ധമുറയാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പേജറിനെ മാരകായുധമാക്കി മാറ്റിയ ബുദ്ധി ഇസ്രായേലിന്റേതാണെന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത്. യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായൊരു സംഭവമാണ് ലെബനനിലെ പേജർ സ്ഫോടനം. മുൻ മാതൃകകളൊന്നും തന്നെയില്ലാത്ത യുദ്ധമുറയാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പേജർ പോലെയൊരു ചെറിയ വസ്തുവിനെ എങ്ങനെയാണ് സ്ഫോടനത്തിനായി ഉപയോഗിച്ചതെന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത്. പേജറിനെ മാരകായുധമാക്കി മാറ്റിയ ബുദ്ധി ഇസ്രായേലിന്റേതാണെന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത്. സയൻസ് ഫിക്ഷൻ കഥകളിലും സിനിമകളിലുമൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആക്രമണ രീതി സാധ്യമാക്കിയതിന് 2 സാധ്യതകളാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. നിർമ്മാണ സമയത്തോ അതിനുശേഷം പേജർ ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്തുന്നതിന് മുൻപോ പേജറുകൾക്ക് അകത്ത് ചെറിയ അളവിൽ സ്ഫോടന വസ്തു ഉൾപ്പെടുത്തിയെന്നതാണ് ആദ്യ സാധ്യത. നിർമ്മാണ കമ്പനിയോ കമ്പനിക്ക് വേണ്ടി ഘടകങ്ങൾ എത്തിച്ചു നൽകുന്നവരെയോ സ്വാധീനിച്ചോ അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയോ ആകാം ഇത് സാധിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കേണൽ ഡിന്നി പറയുന്നു. പേജറിനെ ഹാക്ക് ചെയ്ത് അതിലെ ബാറ്ററിയെ ചൂടാക്കി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാകാമെന്നതാണ് രണ്ടാമത്തെ സാധ്യത. പ്രത്യേക ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ തുടരെ സന്ദേശങ്ങൾ അയച്ച് പേജറിനെ ചൂടാക്കിയോ ആയിരിക്കാം ഇത് സാധിച്ചെടുത്തത്. ഇതാണ് നടന്നതെങ്കിൽ സ്വന്തം ബാറ്ററിയുള്ള ഏത് ഇലക്ട്രോണിക് ഉപകരണത്തെയും ഭാവിയിൽ സ്ഫോടക വസ്തുവായി മാറ്റാനുള്ള അപകടകരമായ സാധ്യതയാണ് തുറന്നുവരുന്നത്. തായ്വാൻ ആസ്ഥാനമായ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേജറുകളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക വിവരം. അവയുടെ ബാറ്ററി ശേഷിയും
വലിപ്പവുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാറ്ററി മാത്രം ചൂടായി പൊട്ടിത്തെറിച്ചാൽ വീഡിയോകളിൽ കണ്ടതിന് സമാനമായ സ്ഫോടനത്തിന് സാധ്യതയില്ല. അതുകൊണ്ട് ആദ്യ രീതിക്കാണ് സാധ്യത കൂടുതലെന്ന് വിദഗ്ധർ പറയുന്നു. 5 മാസം മുൻപാണ് ഹിസ്ബുള്ള പുതിയ പേജറുകൾ ഇറക്കുമതി ചെയ്തതെന്നും റിപ്പോർട്ടുകളുണ്ട്. 2000-ന്റെ തുടക്കത്തോടെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയാണ് പേജറുകളുടേത്. ചെറു സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ശേഷി മാത്രമാണ് ഇവയ്ക്കുള്ളത്. ഇന്റർനെറ്റുമായി ബന്ധവുമില്ല. ഇസ്രായേലിന്റെ ചാര സംവിധാനത്തിന്റെ കെൽപ്പും ചാര സോഫ്റ്റ്വെയറുകൾ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും കയറ്റിവിടാനുള്ള അവരുടെ മിടുക്കും കണക്കിലെടുത്താണ് ഹിസ്ബുള്ള പേജറുകളിലേക്ക് തിരിഞ്ഞത്. സ്വകാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ പേജറിലേക്ക് മാറിയ ഹിസ്ബുള്ളയ്ക്ക് ആ ഉപകരണത്തിൽ തന്നെ അപകടം പൊതിഞ്ഞുകിട്ടി. നിങ്ങളുടെ എല്ലാ നീക്കവും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന സന്ദേശമാണ് പേജർ സ്ഫോടനത്തിലൂടെ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നൽകിയിരിക്കുന്നതെന്ന സംശയമാണ് ഇതോടെ ഉയരുന്നതെന്നും പുതിയ കാല യുദ്ധമുഖങ്ങളെക്കുറിച്ചുള്ള നിലവിലെ ധാരണകൾ കൂടിയാണ് പേജർ സ്ഫോടനത്തോടെ തകർന്നിരിക്കുന്നതെന്നും കേണൽ ഡിന്നി പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകി കോൺഗ്രസ്. BJP നേതാവ് തർവീന്ദർ സിംഗ്, ശിവസേന ഷിൻഡെ വിഭാഗം MLA സഞ്ജയ് ഗേക്വാദ്, റെയിൽവേ സഹമന്ത്രി രവനീത് ബിട്ടു, ഉത്തർപ്രദേശിലെ മന്ത്രി രഘുരാജ് സിംഗ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ ഡൽഹി തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. നേതാക്കൾക്കെതിരെ ഭാരത് ന്യായ് സംഹിതയുടെ 351, 352, 353, 61 വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആവശ്യം. BJPയുടെയും സഖ്യകക്ഷി നേതാക്കളുടെയും ഭീഷണികൾ രാഹുൽ ഗാന്ധിയെ വധിക്കണമെന്നും ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നും ഉദ്ദേശിച്ചാണെന്ന് പരാതിയിൽ പറയുന്നു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ തീവ്രവാദിയെന്ന് വിളിച്ച് NDA നേതാക്കൾ വ്യക്തിപരമായ വിദ്വേഷം പ്രകടിപ്പിക്കുകയാണ്. വിദ്വേഷം നിറഞ്ഞ പ്രസ്താവനകളിലൂടെ കലാപവും സമാധാന ലംഘനവും മറ്റുമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. സ്ത്രീകൾ, യുവാക്കൾ, ദളിതർ, മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ തുടങ്ങിയ സമൂഹത്തിലെ അവശ്യ വിഭാഗങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങൾ രാഹുൽ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. അതിനാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ വിദ്വേഷം നിറഞ്ഞ അഭിപ്രായങ്ങൾ നടത്താൻ വ്യക്തികളെ നിയോഗിച്ചിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. വീഡിയോ സഹിതമാണ് പരാതി നൽകിയത്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ച് DMK. സ്റ്റാലിന്റെ കുടുംബത്തിൽ ഇതു സംബന്ധിച്ച ധാരണയായെന്നും ഈ ആഴ്ച തന്നെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് റിപ്പോർട്ട്. ദിവസങ്ങൾക്ക് മുൻപ് മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതിനെ കുറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സൂചന നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണിപ്പോൾ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത്. നടൻ വിജയ് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തനം സജീവമാക്കുന്നതിനിടെയാണ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതെന്നാണ് ശ്രദ്ധേയം. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സംഭവിക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ സ്റ്റാലിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മന്ത്രിസഭാ പുനർസംഘടന ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനായിരുന്നു പ്രതികരണം. അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം ചെന്നൈ വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് സ്റ്റാലിൻ മാധ്യമങ്ങളെ കണ്ടത്. ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള സമയം ആയില്ലെന്നാണ് മുൻപ് പലപ്പോഴും സ്റ്റാലിൻ പറഞ്ഞിരുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്ന് നേരത്തെയും റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായിരുന്നില്ല. നേരത്തെ കരുണാനിധി മുഖ്യമന്ത്രിയായിരിക്കെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയത്. സ്റ്റാലിന്റെ പാതയിൽ തന്നെയാണ് ഉദയനിധിക്കും വഴിയൊരുക്കമെന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാരിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനും ഭരണത്തിൽ പിതാവിനെ സഹായിക്കുന്നതിനുമാണ് സ്ഥാനക്കയറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉദയനിധി സ്റ്റാലിനെ പാർട്ടിയുടെ മുഖമായി മാറ്റാനും പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. DMKയുടെ യുവജന വിഭാഗം നേതാവായ ഉദയനിധി ചെപ്പോക്ക് തിരുവല്ലിക്കേനി മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. 2022 ഡിസംബറിലാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അടുത്തയാഴ്ച അമേരിക്കയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പബ്ലിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തെക്കുറിച്ച് മിഷിഗണിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ എപ്പോൾ എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുക എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മികച്ച ബന്ധമാണ് ട്രംപ് കാത്തുസൂക്ഷിച്ചിരുന്നത്. ഹൂസ്റ്റണിൽ നരേന്ദ്രമോദി പങ്കെടുത്ത ഹൗഡി മോഡി എന്ന പരിപാടി ഇതിന് ഉദാഹരണമായിരുന്നു. ഇതിനുശേഷം ഇന്ത്യയിലെത്തിയ ട്രംപിനെ നമസ്തേ ട്രംപ് എന്ന പരിപാടിയിലൂടെയാണ് മോദി സ്വാഗതം ചെയ്തത്.
ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്തെ സഹകരണത്തിന് ട്രംപും മോദിയും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളുടെയും നിലപാട് ഇക്കാലയളവിൽ നിർണായകമായി. മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും ട്രംപിനുണ്ട്. അതേസമയം ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി സെപ്റ്റംബർ 20 പ്രധാനമന്ത്രി അമേരിക്കയിലെത്തും. ക്വാഡ് ഉച്ചകോടി, UN ഉച്ചകോടി തുടങ്ങി തന്ത്രപ്രധാനമായ നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ചെയ്യും. സെപ്റ്റംബർ 24 അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുക. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനി ജയിൽ മോചിതനാകുന്നത് വൈകിയേക്കും. ചിക്കൻ പോക്സ് ബാധിച്ച് ഇയാളിപ്പോൾ ചികിത്സയിലാണ്. അസുഖം ഭേദപ്പെട്ട ശേഷം മാത്രമാകും പുറത്തിറങ്ങുകയെന്നാണ് ജയിൽ അധികൃതർ സൂചിപ്പിക്കുന്നത്. നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് സുനി തടവിലുള്ളത്. പൾസർ സുനിക്ക് ചൊവ്വാഴ്ചയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായി 7.5 വർഷത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത്. കേസിന്റെ വിചാരണ നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതി ജാമ്യം അനുവദിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ ഉത്തരവ്. ജാമ്യ വ്യവസ്ഥകൾ എന്താണെന്ന് വിചാരണ കോടതി നിശ്ചയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പൾസർ സുനിക്കെതിരായ മറ്റു കേസുകളുടെ പട്ടികയും കോടതിക്ക് സംസ്ഥാനം കൈമാറി. നടിയെ ആക്രമിച്ചത് പൾസർ സുനിയാണെന്നും ഈ ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയെന്നും സംസ്ഥാനം ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ പൾസർ സുനി പുറത്തിറങ്ങുന്നത് ഉചിതമല്ലെന്നും സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ പറഞ്ഞു. എന്നാൽ 7.5 വർഷമായി ജയിലിലാണെന്നും വിചാരണ നീണ്ടുപോകുന്നതിനാൽ ജയിലിൽ ഇടുന്നത് ശരിയല്ലെന്നും പൾസർ സുനിക്ക് വേണ്ടി ഹാജരായ കെ പരമേശ്വർ ശ്രീറാം പാറക്കാട്ട് വാദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 85 ദിവസം 8-ാം പ്രതി ദിലീപ് ക്രോസ് വിസ്താരം ചെയ്തു എന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. ഈ ഘട്ടത്തിലാണ് ഇതെന്ത് വിചാരണ എന്ന ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ചത്. 1800 പേജ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്രോസ് വിസ്താരം രേഖപ്പെടുത്താൻ വേണ്ടി വന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ സുപ്രീം കോടതിയുടെ അറിവോടെയാണ് നടക്കുന്നതെന്ന് സംസ്ഥാനം അറിയിച്ചു. 261 സാക്ഷികൾ ആകെയുണ്ട് എന്നതിനാൽ വിചാരണ ഇനിയും നീളാനാണ് സാധ്യതയെന്നും അതിനാൽ ജാമ്യം നൽകുകയാണെന്നും ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക, പങ്കജ് മിത്തൽ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. വിചാരണ കോടതിയിൽ കർശന വ്യവസ്ഥകൾക്കായി സംസ്ഥാനത്തിന് വാദിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തുടർച്ചയായി ഹർജികൾ നൽകിയതിനെ നേരത്തെ ഹൈക്കോടതി പൾസർ സുനിക്ക് 25,000 രൂപ പിഴ വിധിച്ചിരുന്നു. ഹൈക്കോടതിക്ക് ഇത് ഒഴിവാക്കാമായിരുന്നെന്നും തൽക്കാലം ഇടപെടുന്നില്ലെന്നും 2-അംഗ ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം ആരോഗ്യപരമായ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സുനി നൽകിയ ജാമ്യാപേക്ഷ സെപ്റ്റംബറിൽ പരിഗണിക്കാമെന്നായിരുന്നു കോടതി ആദ്യം വ്യക്തമാക്കിയത്. എന്നാൽ സുനി ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഓഗസ്റ്റ് 27 ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ സുനി ഹർജി സമർപ്പിച്ചത്. നേരത്തെ സുനി നൽകിയ അപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. വിചാരണയുടെ അന്തിമഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുതെന്ന് സർക്കാരും വാദിച്ചു. 2017 ഫെബ്രുവരിയിലാണ് നടി കൊച്ചിയിൽ കാറിൽ ആക്രമിക്കപ്പെട്ടത്. നടൻ ദിലീപിന് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നുവെന്നായിരുന്നു സുനിയുടെ മൊഴി. പ്രതിയായ ദിലീപിനടക്കം നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. പൾസർ സുനിക്കായി മുതിർന്ന അഭിഭാഷകൻ കെ പരമേശ്വർ, അഭിഭാഷകൻ ശ്രീറാം പാറക്കാട്ട് എന്നിവരും സംസ്ഥാനത്തിനായി മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ, സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ശങ്കർ എന്നിവരും ഹാജരായി. മ്യാൻമറിൽ കനത്ത നാശം വിതച്ച് യാഗി സൂപ്പർ ചുഴലിക്കൊടുങ്കാറ്റ്. 226 പേർ മരിച്ചതായി മ്യാൻമർ അധികൃതർ അറിയിച്ചു. 80-ലധികം പേരെ കാണാതായി. വിയറ്റ്നാം, ലാവോസ്, തായ്ലൻഡ് എന്നിവിടങ്ങളിലും ഇതേ കാറ്റ് വൻ നാശത്തിനിടയാക്കിയിരുന്നു. മൊത്തം മരണസംഖ്യ 500-ന് മുകളിലാണ്. മ്യാൻമറിൽ കനത്ത മഴയോടനുബന്ധിച്ച് വ്യാപകമായി വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമുണ്ടായി. 9 സംസ്ഥാനങ്ങളിൽ നാശമുണ്ടായെന്ന് UN അറിയിച്ചു. 6.3 ലക്ഷം പേർ കെടുതികൾ നേരിടുന്നു. റോഡുകൾ, പാലങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഇതിനിടെ മ്യാൻമറിലെ പട്ടാള ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹത്തോട് സഹായം അഭ്യർത്ഥിച്ചു. ഇന്ത്യ മാത്രമാണ് പ്രതികരിച്ചത്. ഭക്ഷണം, മരുന്ന്, വസ്ത്രങ്ങൾ തുടങ്ങിയവ ഇന്ത്യ അയച്ചു. നേരത്തെ യാഗി വീശിയ വിയറ്റ്നാമിൽ 292 പേർ മരിച്ചിരുന്നു. 38 പേരെ കണ്ടെത്താനുണ്ട്. 2.3 ലക്ഷം വീടുകൾക്ക് കേടുപാടുണ്ടായി. 2.8 ലക്ഷം ഹെക്ടർ വിള നശിച്ചു.
തായ്ലൻഡിലും ലാവോസിലും 10 പേർ മരിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.